രാവിലെ ഒരു സ്നേഹിതൻ പല പ്രാവശ്യമായിട്ട് വീട് പണിയുന്നതിനും മറ്റ് പല കാര്യങ്ങൾക്കായി പൈസ കടം വാങ്ങുകയും കൃത്യനിഷ്ഠയോട് തരികയും കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ആവശ്യത്തിലേക്ക് ഇടനില നിന്ന് പലരോടും കടം വാങ്ങിക്കൊടുത്തു, കൂടാതെ സ്വർണവും കൊടുത്തു സഹായിച്ചു. ഈ ഒരു വർഷക്കാലമായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വിവരവും അറിയില്ല. വീട്ടിൽ നിന്നും അകന്നു കഴിയുകയാണ്. അങ്ങനെ ഈ പൈസയും സ്വർണവും തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി എല്ലാ ദൈവങ്ങളും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. എന്റെ മകൾ പരീക്ഷയിൽ നല്ല മാർക്ക് ലഭിക്കുവാനും ലിസ്റ്റിൽ ആദ്യം തന്നെ നമ്പർ വരാനും എത്ര പേർക്ക് ജോലി ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ മകൾ പൂർണ്ണയായും എഴുതുവാൻ പോകുന്ന പരീക്ഷയിൽ നല്ലതായി എഴുതുവാനും നല്ല മാർക്കോടുകൂടി വിജയിക്കുവാനും എത്രയും വേഗം ഗവൺമെന്റിൽ ജോലി ലഭിക്കാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ മകൾ മേരിയുടെ സ്വർണ്ണം പണയം എടുത്ത് നല്ല വികസിച്ച് കൊടുക്കുവാനും കുഞ്ഞുങ്ങളെ സഹായിക്കുവാനും വേണ്ടി മനുഷ്യനാണ് അനുഗ്രഹിക്കണമേ. എന്റെ മകൻ പ്രാർത്ഥിക്കുന്ന നടുവേദന പൂർണ്ണമായി മനസ്സിലാക്കുന്നു പ്രാർത്ഥിക്കുന്നു. എന്റെ ഈ അപേക്ഷകളെല്ലാം മനുഷ്യനാണ് സമർപ്പിക്കുന്നത്. ഉപകാരം നൽകണമേ. പുഷ്പമ്മ ജോസഫ്, ഞാൻ വൈദ്യസ്ഥാനിൽ വരാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂവെങ്കിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടായിരുന്നു. ക്യാൻസർ രോഗിയായ അന്യതി മദ്യപന്മാരും വഴക്കാളികളുമായ അന്യത്തിയുടെ മരുമക്കൾ ഇതിനെല്ലാം വളരെ ശാന്തതയുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടു. അതിനുശേഷം പിറ്റേ ദിവസം മുതൽ അന്യത്തിയുടെ മൂന്നാമത്തെ മകനായ ആൽബർട്ട് വീട്ടിൽ തെറി വിളിക്കാനും വീട്ടിലെ സാധനങ്ങൾ നശിപ്പിക്കുവാനും തുടങ്ങി. മണിക്കൂറുകൾ തെറി വിളിക്കും. എന്നെയാണ് വിളിക്കുന്നത്, നീ എന്തിനാണ് പള്ളിയിൽ പോകുന്നത് എന്ന് തുടങ്ങിയാണ് വിളി. ഇന്നലെ അവന്റെ മൂത്ത ജ്യേഷ്ഠനെ തല്ലി, മൊബൈൽ ഫോൺ ഹെൽമെറ്റ് എല്ലാം നശിപ്പിച്ചു. രണ്ടാമൻ നാട്ടിൽ അടി തുടങ്ങി എന്ന് കേട്ടു. ഇതെല്ലാം ഞാൻ പരിശുദ്ധമ്മയുടെ ഹൃദയത്തിൽ സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, ഇതെല്ലാം ഉപവാസപ്പെട്ടാക്കി മാറ്റണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ വലിയ ഭക്തരും എന്റെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കണ്ടം പാട്ടത്തിന് കൃഷി ചെയ്യുന്നു. ഇത് കഴിഞ്ഞിട്ട് 10 ദിവസമായി മഴയില്ലാത്തത് കാരണം അങ്ങും ഇങ്ങുമൊക്കെ പഠിക്കുവാനും തുടങ്ങി. 10,000 രൂപയോളം കൂലി ചെലവായി. മറ്റുള്ളത് എനിക്ക് അനുഗ്രഹിക്കുന്നതിനും മറ്റ് പുഴുക്കളുടെ ഉപദ്രവങ്ങളൊന്നും ഉണ്ടാകാതെ എല്ലാ പാടങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയും നമ്മൾ തീരുമാനത്തോട് മാത്രം പ്രാർത്ഥിക്കണമേ. എന്റെ കുടുംബത്തിൽ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ബന്ധിച്ച് കീഴ്പ്പെടുത്തി അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കുർബാനയെ കാത്തിമാനമേ എന്ന് അപേക്ഷിക്കുന്നു. അപേക്ഷിക്കേണ്ട മലപ്പുറത്താണ്. ഞാൻ ജോലിയില്ലാതെ ഇപ്പോൾ നിർത്തുകയാണ്. ഞാൻ 10 ദിവസം മുമ്പ് എനിക്ക് അങ്കോളയിലേക്ക് പോകാൻ വേണ്ടി എന്റെ പേപ്പറുകളെല്ലാം ഏജന്റിന്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. എനിക്ക് എത്രയും പെട്ടെന്ന് ആ പേപ്പറുകൾ ശരിയായി പോകുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നും മലപ്പുറത്ത് അമ്മയോട് അപേക്ഷിക്കുന്ന അപേക്ഷ ഉപകാരം അപേക്ഷിക്കുന്നു.
പ്രാർത്ഥിക്കുന്ന ആവശ്യങ്ങളെല്ലാം അമ്മയുടെ ദൈവത്തിന് സമർപ്പിക്കാം. പ്രത്യേകമായി പരിശുദ്ധാത്മാവിനെ എല്ലാ മക്കളെയും സഹിക്കുന്നതിന് വേണ്ടി കർത്താവിന്റെ രക്തത്താല് പാപത്തിന്റെ ഓരോരോ അവയവങ്ങളെയും കഴുകി വിശദീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോ നിമിഷവും യോഗത്തിലായിരുന്നുകൊണ്ട് നമ്മൾ തന്നെ അറിയാതെ മനസ്സുകൊണ്ടും വാക്കുകൾ കൊണ്ടും നോട്ടം കൊണ്ടും ഒക്കെ പാപം ചെയ്തു പോകുന്ന മക്കളാണ്. ആ പാപാസക്തിയിൽ നിന്നും പങ്കുപോയിട്ടുള്ള എല്ലാ പിഴകളും ക്ഷമിച്ചിരുന്ന താങ്കളും നമ്മുടെ ഓരോരുത്തരെയും മക്കളെ ഓരോരുത്തരെയും കഴിവ് വിശദീകരിക്കുന്നതിനും പരിശുദ്ധാത്മാവിന്റെ നിലവിലായിരിക്കുന്നതിനും സദാവിധം സന്നിധിയിലായിരിക്കുവാനും പ്രമാണ പ്രാർത്ഥനയിലൂടെ എല്ലാ ദൈവിക കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി നമുക്ക് ലഭിക്കുവാനും ഈ നിയോഗങ്ങളെല്ലാം ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ